എന്തു പറ്റി? പെട്രോൾ തീർന്നെന്ന് തോന്നുന്നു. ഹണി, നിന്നോട് ഫുൾ ടാങ്ക് അടിക്കാനല്ലേ പറഞ്ഞേ? ഞാൻ സ്കൂട്ടറിൽ ഫുൾ ടാങ്ക് അടിച്ചിട്ടാ വന്നത്. എടാ കഴുതേ, കാറാണ് നിന്നോട് ഫുൾ ടാങ്ക് ചെയ്യാൻ പറഞ്ഞത്. കഴുത നീ തന്നെയാ. വാടകയ്ക്ക് എടുത്ത വണ്ടിക്ക് ആരാ ഫുൾ ടാങ്ക് അടിക്കുന്നത്? ദിവസവും നമ്മൾ ഓടിക്കുന്നത് വീട്ടിലെ സ്കൂട്ടർ അല്ലേ? വേഗം വാ, അവരിതാ തുടങ്ങി. ഏയ്, തനിക്കെന്താ കണ്ണു കണ്ടൂടെ? ഏയ്, ആരെയാടാ കണ്ണു കാണാത്തവരെന്ന് വിളിച്ചത്? തന്നെ തന്നെയാ ഞാൻ വിളിച്ചത്. എന്താ മര്യാദയ്ക്ക് വണ്ടി ഓടിക്കാൻ അറിയില്ലേ? ഏയ്, ഞങ്ങൾക്ക് നന്നായി വണ്ടി ഓടിക്കാനും അറിയാം, കൈ ഓടിക്കാനും അറിയാം. മനസ്സിലായോ നിനക്ക്? എടാ ഒരു അവസരമാണ്, വേഗം വാ. നിക്കടി ഇവിടെ. വിടടാ അവരെ. വണ്ടി എടുക്ക. ഓ സോറി. താങ്ക് യു ബഡി. നിങ്ങൾ അപരിചിതരായിട്ട് കൂടി ഞങ്ങളെ സഹായിച്ചു. അയ്യോ, അതിന് ഞങ്ങൾ അപരിചിതരൊന്നും അല്ല. ഒരു മിനിറ്റ്. സാറേ, സാറിന്റെ അവസ്ഥ അങ്ങനെ മോശമാവില്ല. ഇത്രയും നൂഡിൽസ് ഇല്ലേ, കഴിച്ചോളൂ. ഇയാളുടെ തലക്കകത്തെ എനിക്കുള്ള അത്ര ബുദ്ധി പോലും ഇല്ല. ഡോക്ടർ ഇത് തന്നെയാ പറയാറുള്ളത്. ഡോക്ടറോ? അതെ, മെന്റൽ ഹോസ്പിറ്റലിലെ ഡോക്ടർ. സത്യത്തിൽ സാറാണ് എന്നെ ഫോൺ ചെയ്ത് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്. എടാ, നീ പ്രാന്താശുപത്രിയിലേക്കാ ഫോൺ ചെയ്തേ? അല്ലടാ, ചിലപ്പോ അത് റോങ് നമ്പർ ആയിരിക്കും. സംശയമുണ്ടോ? ഏതോ ട്രെയിൻ വരുന്നുണ്ടെന്നാ തോന്നുന്നേ. അയ്യോ അല്ലല്ല സാറേ, ഇതിപ്പോ ലോഞ്ചാ വരുന്നത്. എന്തോന്ന് ലഞ്ച് വരുന്നുണ്ടെന്നോ? ദൈവം സഹായിച്ചു, എന്റെ പ്രാർത്ഥന കേട്ടു. അയ്യോ ലഞ്ചല്ല, ഇപ്പൊ ലോഞ്ചാ വരുന്നത്. അതെന്താ ഈ ലോഞ്ച്? ഈ മഞ്ഞുമലയുടെ മുകളിൽ നിന്ന് വലിയ വലിയ കഷ്ണങ്ങളൊക്കെ അടർന്നു വീഴില്ലേ, അതിനെ ഞങ്ങൾ ഇവിടെ ലോഞ്ച് എന്നാ പറയാറുള്ളത്. ഓടിക്കോ. അതിന്റെ മുകളിലാണോ കയറണ്ടേ? അതെ, കൂട്ടുകാരന് വേണ്ടി നീ എവിടെ വേണമെങ്കിലും കേറുമല്ലോ. കേറ്. Nothing is impossible. മാത്രമല്ല നമ്മുടെ കൂടെ എക്സ്പെർട്ട് ഇന്റർനാഷണൽ ഗൈഡ് ഉണ്ട്, വാപ്പച്ചി. ഓ എന്താ സാറേ, വാപ്പാച്ചി അല്ല അപ്പാച്ചി. പക്ഷെ ഫോണിൽ സംസാരിച്ചപ്പോ താൻ വാപ്പച്ചി നല്ലേ പറഞ്ഞത്? അയ്യോ ഇല്ല സാറേ, ഞാൻ അപ്പാച്ചി എന്ന് തന്നെയാ പറഞ്ഞത്. തണുപ്പത്ത് നാവിടറിയതുകൊണ്ട് അപ്പാച്ചി തെറ്റി വാപ്പാച്ചി ആയതായിരിക്കും. എടോ, ഞാൻ ചോദിച്ചത് ചൈനീസ് ആണോന്നാ. അപ്പൊ താൻ അതേ നല്ലേ പറഞ്ഞത്. ചൈനീസ് ആണല്ലോ. ന്യൂഡിൽസ് ഉണ്ട്, സൂപ്പ് ഉണ്ട്, നമുക്ക് മുകളിൽ പോയി കഴിക്കാം. താൻ ഇതിനു മുമ്പ് എവറസ്റ്റ് കയറിയിട്ടുണ്ടോ? കയറിയിട്ടുണ്ട്. ഞാൻ ഇപ്പൊ എവറസ്റ്റ് കയറി നിൽക്കുവല്ലേ. എടോ ഇവിടെയല്ല, മുകളില് ഉയരത്തില്. അയ്യോ ഇല്ലില്ല സാറേ, ഞാൻ ഇതുവരെ മുകളിലേക്ക് പോയിട്ടില്ല. പക്ഷെ എവറസ്റ്റിൽ കയറുന്നത് എന്റെ സ്വപ്നമാണ്. അതിന്ന് സത്യമാവുമല്ലോ. എവറസ്റ്റ് കയറുന്നത് സ്വപ്നമാണെങ്കിൽ പിന്നെ ഇയാളെന്തിനാ വന്നേ? എന്റെ ഹണി, അയാളുടെ സ്വപ്നം സത്യമാവുന്നാ പറഞ്ഞത്, അല്ലാതെ സ്വപ്നം കയറുന്ന കാര്യമല്ല. നന്നായിട്ട് ഭക്ഷണം കഴിച്ചിട്ട് പോകുന്നതായിരിക്കും നല്ലത്. ഒരു പക്ഷെ നമ്മൾ തിരിച്ചു വന്നില്ലെങ്കിലോ? നമ്മൾ എന്തായാലും തിരിച്ചു വരുമല്ലോ. ജീവിതകാലം മുഴുവൻ നമ്മൾ അവിടെ നിൽക്കാനൊന്നും പോകുന്നില്ല. പോകാമല്ലേ? പിന്നെന്താ, നമുക്ക് പോകാം. നമ്മൾ അവിടെ എത്തിയിരിക്കും. Nothing is impossible. സംശയം. ഈ കയറ്റിന്റെ മുൻപിൽ അധിക പ്രസംഗം നടത്തുന്നോ? ഏതാ ഈ അധിക പ്രസംഗി? ഇവിടെ വരൂ. എന്നെ ആന മടലെടുത്തെറിയുന്നത് പോലെ എടുത്ത് എറിഞ്ഞത് എന്തിനാണ്? ഇവിടെ വരൂ, എന്നെ എഴുന്നേൽപ്പിക്കൂ, അല്ലെങ്കിൽ കയ്യും കാലും കെട്ടിപ്പൂട്ടി റെയിൽവേ ട്രാക്കിൽ കൊണ്ട് ഇടിഞ്ഞാൽ.
ഏയ്, നിങ്ങൾ ചെയ്യുന്ന ഒട്ടും ശരിയല്ല. ഇന്നലെ ടി.വി. കണ്ട നാടകമാണ് ലൂക്കോ. ഇങ്ങനെ ആരെങ്കിലും സ്വന്തം ഫാൻസിന്റെ മനസ്സ് തകർക്കുവോ? പക്ഷെ ഞാനിപ്പോ ശരിക്കും ഒന്നും തകർത്ത് തുടങ്ങിയില്ലല്ലോ. അയ്യോ! ഇവിടെ വരൂ. ആരെങ്കിലും ഇയാളെ പിടിച്ചു നിർത്തൂ. ആ വേഗം വാ, എന്നിട്ട് അടിക്ക്. കൈ അടിക്കാനല്ല പറഞ്ഞത്, ഈ കൈറ്റിനെ അടിക്ക്. അറ്റാക്ക്, അടിക്ക്. ഈ കൈറ്റിനെ അടിക്കാൻ ആർക്കാ ധൈര്യമുള്ളത്? കൈറ്റ് ഈസ് ഫ്ലൈയിങ്. എന്നാ പിന്നെ ഞാൻ അടിക്കാം. ഹെയ്. ഹെയ്. ഒരുപാടായി. നിർത്തിക്കോ കൈറ്റേ. ചേട്ടന്റെ കോളർ കയറി പിടിക്കുന്നോ? ചേട്ടൻ വൈറ്റ് കോളർ ആണ്. കൈറ്റ്, ഇനി നിന്റെ കാര്യം പോക്കാടാ. മതിയാക്ക്. ഒരുപാടായി. ഇനി ഞാൻ റെസ്ലിംഗ് സ്റ്റൈൽ എന്താന്ന് നിനക്ക് കാണിച്ചു തരാം. ചേട്ടാ, രണ്ടെണ്ണം കൂടി കൊടുക്കുക ചേട്ടാ. അയ്യോ സോറേ. അതെന്തായിരുന്നു ആ ശബ്ദം? ഒന്നുമില്ല. നിന്റെ സാൻഡ്വിച്ചിന് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? നീ ആ ഫ്രൂട്ട്സ് എടുത്ത് കഴിക്കേ. നീ കഴിക്കേ. ഇവിടെ ആരോ സംസാരിച്ചു. ഇവിടെ ആരും ഉണ്ട്. ഇവിടെ അങ്ങനെ ആരും തന്നെ ഇല്ല. അതിന് ഞാനൊന്നും കേട്ടില്ലല്ലോ. ആരോ പറഞ്ഞു നീ കഴിക്കെന്ന്. അതെ, അത് ഞാൻ തന്നെയാ പറഞ്ഞത്. നീ ഫ്രൂട്ട്സ് കഴിക്കുക. നല്ല ആപ്പിൾ അല്ലേ? ആരോ ഈ ആപ്പിൾ കടിച്ചു വെച്ചിരിക്കുവാണല്ലോ. കിറ്റി, കിറ്റി, അത് പിന്നെ ആരെങ്കിലും നിന്നെ പ്രാങ്ക് ചെയ്തായിരിക്കും. ആര് ചെയ്യാൻ? ഇവിടെ ആണെങ്കിൽ ആരും ഇല്ലല്ലോ. അത് പിന്നെ വീട്ടിൽ വെച്ച് തന്നെ ആരെങ്കിലും ഇത് മാറ്റിയതാണെങ്കിലോ? നന്നായി വിശക്കുന്നു. കുറച്ച് കടലപ്പായസം കിട്ടിയിരുന്നെങ്കിലോ? ഞാൻ പോയി നോക്കിട്ട് വരാം എന്നാ. നിക്ക്, ഞാൻ അതെ, ഞാൻ എന്നെ പരിചയപ്പെടുത്തിയതാണ് സാർ, ബൈജു പട്ടാമ്പി. ഇനി കേട്ടോ, മേഡം ഇപ്പോൾ ഞങ്ങളുടെ അടുത്തുണ്ട്. ഞങ്ങൾക്കിപ്പോ വേണ്ട. ഞങ്ങളുടെ അടുത്ത് ഓൾറെഡി ഒരു മേഡം ഉണ്ട്. നീ അവിടെ എന്തോ കാണിക്കുവാടാ? മാങ്ങാ പറിക്കാൻ നോക്കടാ. എടാ, ആരോ ഒരാളെ മേഡത്തിനെ വിൽക്കുന്നുണ്ടെന്ന്. ഈ ഇടയായിട്ട് എന്തുമാത്രം സെയിൽസ് കോളാ വരുന്നേ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇനി ഫോണെങ്ങാനും കട്ട് ചെയ്താൽ അമ്മച്ചിയാണ് മേഡത്തിന്റെ നാക്ക് ഞാൻ അറിയും. നിങ്ങളുടെ മേഡം ഞങ്ങളുടെ കസ്റ്റഡിയിലാണ്. അപ്പൊ പിന്നെ ഞങ്ങളുടെ അടുത്തുള്ള മേഡം അതാരുടെ മേഡമാണ്? എടോ, നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന മേഡം ഇല്ലേ, ആ മേഡം ഇപ്പൊ ഞങ്ങളുടെ അടുത്തുണ്ടെന്നാ പറഞ്ഞത്. ഞങ്ങൾ നിങ്ങളുടെ മേഡത്തെ കിഡ്നാപ്പ് ചെയ്തിരിക്കുകയാണ്. കിഡ്നാപ്പ്. കിഡ്നാപ്പോ? ആരാടാ വിളിച്ചേ? എടാ, മേഡത്തിന്റെ കോളായിരുന്നു. ബൈജു പട്ടാമ്പി ആരോ കിഡ്നാപ്പ് ചെയ്തെന്ന്. അതെ, ബൈജു പട്ടാമ്പി. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, അയാളാണ്. സ്പീക്കറിലിടാ. അതെ മേഡം, ഏത് ബൈജു പട്ടാമ്പിയാണ് കിഡ്നാപ്പ് ആയത്? ബൈജു പട്ടാമ്പി ഞാനാണ്. എനിക്ക് തോന്നുന്നു ഞാൻ വലിയൊരു ഡോൺ ആണെന്ന്. താനിപ്പോ എന്തിനാ ഞങ്ങളെ ഇങ്ങോട്ട് വിളിച്ചത്? നിങ്ങളുടെ മേഡത്തിന് ഞാൻ കിഡ്നാപ്പ് ചെയ്തിട്ടുണ്ട്. എനിക്കൊരു 25 ലക്ഷം രൂപ വേണം. ഏയ് ഹണി ബണി സർദാർ, നിങ്ങൾ എന്താ ഇവിടെ? ഹായ്, ഐ ആം സാൻഡി. അത് ശരി, ഞാൻ ആവശ്യമില്ലാതെ പേടിച്ചു പോയി കൊച്ചളിയാ. ഇതൊരു പെൺപൂച്ചയാണ്. ഇതൊരു ആൺപൂച്ചയാണ്. അപ്പൊ പിന്നെ ഇവനെന്തിനാ ഐ എം ശാന്തി എന്ന് പറഞ്ഞത്? ശാന്തിയല്ല, സാൻഡി. ഈ പേര് കേട്ടാ തോന്നും ഏതോ ഒരു പയ്യൻ അടിച്ചു പൊളിച്ച് ബൈക്കിൽ വരുന്നുണ്ടെന്ന്. ഗിറ്റാറും പ്ലേ ചെയ്ത് ഡാൻസ് കളിക്കുന്നു തോന്നും. സാൻഡി ഏകദേശം അങ്ങനെയൊക്കെ തന്നെയാ. കിറ്റി, ഇന്ന് സിനിമ കാണാൻ പോയാലോന്നാ ഞാൻ ആലോചിക്കുന്നേ. അതെപ്പോഴാ ആലോചിച്ചേ? ഇപ്പൊ ആലോചിച്ചു. നിനക്കെന്താ പ്രശ്നമുള്ളേ? പ്രശ്നമുണ്ടല്ലോ, പുതിയ സിനിമകൾ ഒന്നും റിലീസ് ആയിട്ടില്ല. മാത്രമല്ല, പുതിയ സിനിമകളൊക്കെ നമ്മൾ ഓൾറെഡി കണ്ടതുമാണ്. നീ ഡോറാണ്, ബോറാണ്, സദ്യക്ക് വിളമ്പുന്ന ചോറാണ്. കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ നീ ഹണിയേ അല്ല. അപ്പൊ പിന്നെ ഞാനാരാ? അറിയില്ല. മറ്റൊരാളുടെ കൂടെയാണ് സിനിമ കാണേണ്ടത്. മറ്റൊരാളുടെ കൂടെ.
അതെ അതെ എനിക്കും കാണണം. വളരെ നല്ല സിനിമയാണ്. വീണ്ടും വീണ്ടും കാണാലോ. എന്നാ പിന്നെ പ്ലാൻ ചെയ്യേ. നോ 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 ഇന്നത്തെ മുഴുവൻ പ്ലാനും സാൻഡ് തയ്യാറാക്കിയിട്ടുണ്ട്. ആദ്യം ഞങ്ങൾ വാട്ടർ പാർക്കിൽ പോകും, പിന്നെ ബീച്ചിൽ പോയി ലഞ്ച് കഴിക്കും, പിന്നെ ലോങ് ഡ്രൈവ്, പിന്നെ ഹിൽ റിസോർട്ടിൽ കാൻഡിൽ ലൈറ്റ് ഡിന്നർ. അതെ, അകത്തേക്ക് പോകാൻ പറ്റില്ല. ചേട്ടാ, ഇത്രയും വലിയ വാതിൽ നിങ്ങളെ കൊണ്ട് തുറക്കാൻ പറ്റുമോ? ആ, തുറക്കാൻ പറ്റും. ഒന്ന് തുറന്ന് കാണിച്ചേ. അതെന്തിനാ? എങ്കിലല്ലേ ഞങ്ങൾക്ക് അകത്തേക്ക് കയറാൻ പറ്റുള്ളൂ. നിങ്ങളെന്താ ഞങ്ങൾ മണ്ടന്മാരാണെന്ന് കരുതിയോ? എടാ, ഇത് കൈറ്റ് സാറിന്റെ ബംഗ്ലാവാണ്. ഇതിനകത്തേക്ക് ഒരു ഈച്ചയെ പോലും കടത്തിവിടില്ല. ആ ഞാൻ അകത്തേക്ക് കാണിച്ചു തരാം. തിരിച്ചു പോയിക്കോ മക്കളെ, വെറുതെ അടികൊണ്ട് ചാവാൻ നിൽക്കണ്ട. ഇവര് ബംഗ്ലാവിൽ പോയി കാണാൻ സമ്മതിക്കില്ല. നമ്മൾ കയറ്റിന്റെ സ്റ്റേഡിയത്തിൽ തന്നെ പോയി കാണേണ്ടി വരും. Kite is flying. മിസ്റ്റർ കൈറ്റ്, ഒന്ന് നിൽക്കൂ, please. വാ, നമുക്ക് ഇവിടുന്ന് വേഗം പോകാം. ആരായി ഇവിടെ വന്നിരിക്കുന്നത്? ഈ മുതല എങ്ങനെ ഇതകത്ത് വന്നത്? അയ്യോ, ഈ മുതലേക്ക് എങ്ങനെയാ രണ്ടു കാര്യം നീക്കാൻ സാധിക്കുന്നത്? യോഗ ചെയ്താൽ അതൊക്കെ ചെയ്യാൻ സാധിക്കും. അയ്യോ, ദേ അയാൾ വന്നു, അയാൾ വന്നു. അയ്യോ, ദേ മുതല സംസാരിക്കുന്നു. എടാ, നീ മുതലയുടെ കാര്യം വിടാതെ അങ്ങോട്ട് നോക്ക്. രക്ഷിക്കണേ. നീ പേടിക്കേണ്ട ആവശ്യമില്ല. അതെ, നീ പേടിക്കണ്ട. ഞങ്ങൾക്ക് ഈ തടിയും പൂച്ചയാണ് പാഠം പഠിപ്പിക്കാനുള്ളത്. നീ എന്റെ അടുത്തേക്ക് വന്നേക്കരുത് മോനെ. നീ 600 ഗ്രാമിന്റെ കൈ കണ്ടിട്ടുണ്ടോടാ? ഈ കൈയുടെ ഇടി കൊള്ളുന്നവൻ തെറിച്ചു പോകില്ല, പകരം പറന്നായിരിക്കും പോകുന്നത്. എനിക്ക് നേരത്തെ തന്നെ പറക്കാൻ അറിയാം. ശരീരം നഷ്ടപ്പെട്ട പിന്നെ ഏതൊരു ആത്മാവിനും സ്വയം പറക്കാനുള്ള ശക്തി കിട്ടും. അതിനിപ്പോ ഞാൻ എന്താ ചെയ്തത്? നീ നുണയനാണ്, നുണയൻ. ഞങ്ങൾക്ക് ഈ അവസ്ഥ വന്നത് നിന്നെ പോലുള്ളവന്മാര് കാരണമാണ്. മാത്രമല്ല, ഞങ്ങൾ നുണയന്മാരെ വിടാറില്ല. പക്ഷേ ഞാൻ എന്ത് നുണയാ നിങ്ങളോട് പറഞ്ഞത്? നീ വെറും ഒരു ചെടി നട്ടിട്ട് പറഞ്ഞില്ലേ അത് മണി പ്ലാന്റ് ആണെന്ന്. നീ എന്തിനാണ് കള്ളം പറഞ്ഞത്? ഞങ്ങളിൽ നിന്നൊന്നും മറയ്ക്കാൻ കഴിയില്ല. ഞങ്ങളെ പോലുള്ള ആത്മാവിന് എല്ലാ കാര്യങ്ങളും അറിയാം. അത്രേ ഉള്ള കാര്യം. എന്നാ ഞാൻ ഇപ്പൊ തന്നെ പോയി അവരോട് സോറി പറഞ്ഞേക്കാം. നിങ്ങൾ കാശ് കൊണ്ടുവന്നിട്ടുണ്ടോ? ഞങ്ങളുടെ മേട എവിടെ? ദാ എഞ്ചിനിൽ. ഇടയ്ക്കിടയ്ക്ക് എനിക്ക് തോന്നും ഞാൻ ഒരു എഞ്ചിനാണെന്ന്. അതും അണ്ടർവേൾഡിൽ ഓടുന്ന ട്രെയിനുകളുടെ എഞ്ചിൻ. ഈ പൈസ അങ്ങ് എടുത്തിട്ട് വേഗം ഞങ്ങളുടെ മേഡത്തിന് ഇങ്ങനെ കൊണ്ടുപോവാ. ആ ബാഗ് ഇങ്ങെടുത്തോണ്ട് വരാമോ? ആരും തന്നെ ഇവിടെ നനകി പോകരുത്. അമ്മയുടെ കൈ കൊണ്ട് വീട്ടിലുണ്ടാക്കുന്ന നല്ല ഊണ്. ഞങ്ങൾ മിസ് കാർട്ടറിനെ രക്ഷിക്കാൻ വേണ്ടി വന്നതാണ്. അടികൈ. നിങ്ങൾ പോലീസിനെയും കൊണ്ടാണോ വന്നത്? ഞാൻ നിങ്ങളോട് പറഞ്ഞതല്ലേ പോലീസിനെ വിളിക്കാൻ പാടില്ല എന്ന്? അയ്യോ, ഞങ്ങളല്ല കൊണ്ടുവന്നത്. സത്യമായിട്ടും ഞങ്ങള് കാശ് പോലും കൊണ്ടുവന്നിട്ടില്ല. കാശ് കൊണ്ടുവന്നിട്ടുണ്ട്. മൊത്തം 25 ലക്ഷം. 25 ലക്ഷം. എന്നെ ചതിക്കുകയായിരുന്നല്ലേ? ഇനി നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ മേഡത്തെ കാണാൻ പോകുന്നില്ല സാർ. മനസ്സിലായോ? അവർ രക്ഷപ്പെട്ടു. ഇൻസ്പെക്ടർ പാണ്ഡ,
നിങ്ങൾ എന്തിനാണ് ഇങ്ങോട്ട് വന്നത്? പഴയൊരു സിനിമ വരികയാണ് ഞാനാ. ഇദ്ദേഹത്തെ വിളിച്ചത് ഞാനാ. അടികൈ. ചോറ്റാറാമേ, ഞങ്ങള് ചേട്ടാ മിണ്ടരുതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിണ്ടരുത്. എന്തുവാടെ ഒരു 10 മിനിറ്റ് മിണ്ടാതിരുന്നു കൂടെ നിങ്ങക്ക്? നീ എന്തുവാടെ ഒന്നും സംസാരിക്കാത്തെ? ചേട്ടൻ കൈറ്റിന്റെ ഫൈറ്റ് കാണുവാണ്. എടാ ഈ കൈറ്റ് ഫൈറ്റ് എന്ന് വെച്ചാൽ എന്തുവാ? പട്ടം പറത്തുവെന്ന് പറഞ്ഞ പോരെ? ഇത് പട്ടം പറപ്പിച്ചുള്ള ഫൈറ്റ് അല്ല, കൈറ്റ് റെസ്ലറാണ്. ചേട്ടന്റെ ഫേവറേറ്റ് ആണ്. ചേട്ടൻ ഇയാളുടെ ഫാനാണ്. അതെ ബായ്, പക്ഷെ അയാളെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. കാണണമെന്നൊരു ആഗ്രഹമുണ്ട്. ചേട്ടൻ അയാളുടെ വീട്ടിലും പോയായിരുന്നു. പക്ഷെ സെക്യൂരിറ്റി ഗാർഡ് പുറത്താക്കി. എടാ, പുറത്താക്കിയെന്ന് വെച്ചാ എന്താ അർത്ഥം? കാണാൻ പറ്റിയില്ലെന്ന് പറ. ചേട്ടാ സത്യത്തിൽ ചവിട്ടി പുറത്താക്കുമായിരുന്നില്ലേ? എന്റെ ബായ്, ചിരിച്ചിട്ടെന്താ കാര്യമുള്ളത്? നമ്മുടെ ഫേവറേറ്റ് സ്റ്റാറിനെ കാണാനായിട്ട് അല്പമൊക്കെ കഷ്ടപ്പെടേണ്ടി വരും. പരാജയം എന്ന വാതിലിലൂടെ പുറത്താക്കിയാൽ മാത്രമേ മനുഷ്യൻ എഴുന്നേറ്റ് വിജയം എന്ന പാതയിലൂടെ ലക്ഷ്യത്തിലെത്താൻ പറ്റൂ. സംശയമുണ്ടോ? എടാ, നിന്റെ അതിവിജ്ഞാനം ഇവിടെ എടുത്താണ്ടല്ലോ, ഇടിച്ച് പപ്പടാക്കുന്നതിന് ഞാൻ. അഭിനന്ദനം, ആദ്യത്തെ സ്റ്റേജ് എത്തിയിരിക്കുന്നു. അതായത് ഞാൻ പറഞ്ഞു വന്നത് അഭിനന്ദനങ്ങൾ. നമ്മൾ ആദ്യത്തെ സ്റ്റേജ് എത്തിയിരിക്കുന്നു. കൂട്ടുകാരെ, വൈകുന്നേരം ആകാൻ തുടങ്ങി. കാലാവസ്ഥ കൂടുതൽ തണുത്തു. നമുക്ക് ഇവിടെ തന്നെ നിൽക്കാം. അയ്യോ വേണ്ട സാറേ, വേണ്ട. ഇവിടെ ഒന്നും നമുക്ക് നിൽക്കാൻ പറ്റില്ല. ഇവിടെ ഹിമക്കരടികൾ ഉണ്ടാവും. തമാശ പറയാല്ലേ? അയ്യോ അല്ല സാറേ, ഞാൻ സത്യം പറഞ്ഞതാ. എന്റെ തലയ്ക്ക് വല്ല പ്രശ്നമുണ്ടോ? എല്ലാവരും ഇങ്ങനെ തന്നെയാ പറയുന്നേ. കൊള്ളാലോ, എല്ലാരും എന്നോട് ഇങ്ങനെ തന്നെയാ പറയുന്നേ. എന്റെ തലയ്ക്കും എന്തോ പ്രശ്നമുണ്ട്. ദാ നോക്ക് സാറേ, ഹിമക്കരടി വരാറുണ്ട്. രാമറച്ച് ശരിയാക്ക്. വരാറുണ്ടെന്നല്ല, വരുന്നുണ്ടെന്ന് പറ. അയ്യോ, ഓടിക്കാം. ഹിമക്കരടിയുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല. രക്ഷപ്പെടാൻ പറ്റും. Nothing is impossible. ഓടിക്കോ. രക്ഷിക്കണേ, രക്ഷിക്കണേ. ദാ മുകളിലായി നമുക്ക് പറ്റിയ ഗുഹ കാണുന്നുണ്ട്. വരൂ, നമുക്ക് അങ്ങോട്ട് പോകാം. സാറുമാരെ അഭിനന്ദനങ്ങൾ. നമ്മളിതാ സെക്കൻഡ് സ്റ്റേജിൽ എത്തിയിരിക്കുകയാണ്. ഇനി 3-ാം സ്റ്റേജ് ബാക്കിയുണ്ട്. ഇതൊക്കെ കാണുമ്പോ ജീവിതത്തിന്റെ അവസാനത്തെ സ്റ്റേജ് വന്ന പോലെ തോന്നുന്നേ. അയ്യോ, ഓക്സിജൻ സിലിണ്ടർ ഉണ്ടോ? ഉണ്ടല്ലോ സാറേ. അല്ല, ഈ മാസ്ക് എന്തിനാ സാറേ വെച്ചിരിക്കുന്നത്? എടോ, ഓക്സിജൻ കൊടുക്കാൻ വേണ്ടി മാസ്ക് വേണ്ടി വരില്ലേ? പക്ഷെ ഈ സിലിണ്ടറിൽ ഓക്സിജൻ ഇല്ല, ഇത് കാലിയാണ്. കാലി സിലിണ്ടറുമായിട്ട് വന്നിരിക്കുകയാണോ? തന്റെ തലയ്ക്കകത്ത് എന്തെങ്കിലും ഉണ്ടോ? അതെനിക്ക് അറിയില്ല സാറേ. പക്ഷെ സാർ ഈ പറഞ്ഞത് തന്നെയാണ് ഇടയ്ക്കിടയ്ക്ക് എന്റെ വീട്ടുകാരും പറയുന്നത്. ഇപ്പൊ കുറച്ച് ബെറ്റർ ആയിട്ട് തോന്നുന്നു. സംശയമുണ്ടോ?